തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. സർക്കാർ അല്ലെങ്കിലും അപ്പീലിൽ പോകുമല്ലോ, സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ദിലീപിന് നീതി കിട്ടിയെന്ന് പറഞ്ഞു കുടുങ്ങിയ അടൂർ പ്രകാശ്. വോട്ടെടുപ്പ് ദിവസം അതിജീവിതയ്ക്കെതിരായ UDF കൺവീനറുടെ പരാമർശത്തിൽ വെട്ടിലായി കോൺഗ്രസ്. പാർട്ടി നിലപാടല്ലെന്ന് പരസ്യമായി തള്ളിപ്പറഞ്ഞ് ചെന്നിത്തലയും കെ മുരളീധരനും. വിവാദമായതോടെ മലക്കം മറിഞ്ഞ് അടൂർ പ്രകാശ്. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തേണ്ട. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഗൂഢാലോചന തെളിയിക്കാൻ ദിലീപ് നിയമ നടപടിക്ക് വിധിപ്പകർപ്പ് കിട്ടിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകും. ഗൂഢാലോചന ഇല്ലെന്നു പറഞ്ഞ മുഖ്യമന്ത്രിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചെന്നും ദിലീപ്. നടന്റെ വാദം തള്ളി മുഖ്യമന്ത്രി. അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇനിയും തുടരുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. ശബരിമലയും രാഹുൽ മാങ്കൂട്ടത്തിലും ചർച്ചയാക്കി നേതാക്കൾ. അതിജീവിതയ്ക്കൊപ്പമെന്ന സന്ദേശം നൽകി LDF. ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് UDF. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് BJP. ആവേശത്തോടെ ബൂത്തിലെത്തി താരങ്ങൾ. ആലുവ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി നടൻ ദിലീപ്. വോട്ടിട്ട് ആസിഫ് അലിയും രഞ്ജി പണിക്കരും. പ്രീപോൾ സർവേ ഫലം പരസ്യപ്പെടുത്തി കുടുങ്ങി R ശ്രീലേഖ. സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവാദമായപ്പോൾ പോസ്റ്റ് പിൻവലിച്ചു. SIR-ൽ ഇതുവരെ കണ്ടെത്താനാവാത്തത് 22 ലക്ഷം വോട്ടർമാരെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പട്ടിക സംബന്ധിച്ച് കൂടുതൽ പരിശോധന. സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. SIR-ൽ പാർലമെന്റിൽ 10 മണിക്കൂർ ചർച്ച. ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ T20 ഇന്ന്. മത്സരം കട്ടക്കിൽ വൈകിട്ട് 7 മണിക്ക്. സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ ആകാംക്ഷ.